ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നയിക്കുന്ന എൻ.ഡി.എയുടെ കേരള പദയാത്രയ്ക്ക് ആലപ്പുഴ ജില്ലയിൽ സ്വീകരണം നൽകി. സംസ്ഥാനങ്ങളുടെയും ആങ്കർമാരുടെ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. എന്താണ് അവർ ചോദിച്ചത്? ഇതൊരു പ്രത്യാക്രമണമായിരുന്നില്ല. പച്ചക്കള്ളം ഇങ്ങനെ എഴുന്നള്ളിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? ആ ദാരുണമായ കൊലപാതകത്തിന്റെ ചാർജ് ഷീറ്റിൽ കേരള പോലീസ് എഴുതിയ കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളൊന്ന് ആലോചിക്കണം. എത്രയോ മാസങ്ങളായി ആലപ്പുഴയിലും കേരളത്തിലും ഒട്ടേറെ RSS BJP നേതാക്കളുടെ വീടുകളിലേക്കുള്ള വഴി, അവർ പോകുന്ന സ്ഥലങ്ങൾ, അവരുടെ കാറിന്റെ നമ്പർ, ബൈക്കിന്റെ നമ്പർ, അവരുടെ മക്കൾ നഴ്സറിയിലും സ്കൂളിലും പോകുന്നതിന്റെ സമയം, അവരുടെ ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥലം, അങ്ങനെയുള്ള റൂട്ട് മാപ്പുകൾ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾ രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കൊലയാളികളുടെ കയ്യിലെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി കേരളത്തിൽ അടക്കം ശക്തമായി പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നിരോധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് പ്രിയപ്പെട്ടവർ അവരുടെ ടെലിഫോണുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങളാണ്. ആലപ്പുഴ ഭട്ടതിരിപ്പുരയിടത്തു നിന്നും തുടങ്ങിയ പദയാത്ര കൊമ്മാടിയിൽ സമാപിച്ചു. നരേന്ദ്രമോദി നടപ്പാക്കിയ പദ്ധതികളുടെ പ്ലക്കാർഡുകളും മോദിയുടെ മുഖംമൂടിയും ധരിച്ചാണ് പ്രവർത്തകർ യാത്രയിൽ അണിനിരുന്നത്. പദ്ധതികളുടെ നിശ്ചല ദൃശ്യങ്ങളും പ്രദർശിപ്പിച്ചതിനൊപ്പം ജനപ്രിയ പദ്ധതികൾ വിളിച്ചു പറഞ്ഞ് വാഹനങ്ങളും അനുഗമിച്ചു. പൊതുജനങ്ങളെ കേന്ദ്ര പദ്ധതികളിൽ അംഗമാക്കാൻ പദയാത്രയോടൊപ്പം പ്രത്യേകം തയ്യാറാക്കിയ ഹെൽപ്പ് ഡെസ്ക് വാഹനവും ഉണ്ടായിരുന്നു. പുതുതായി ബി.ജെ.പിയിൽ ചേർന്നവരെയും കെ. സുരേന്ദ്രൻ സ്വീകരിച്ചു. ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ അധ്യക്ഷനായി. സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ, വിവിധ ഘടകകക്ഷി നേതാക്കളായ പേരൂർക്കട ഹരികുമാർ, ടി. അനിയപ്പൻ, ബി.ടി. രമ, വി.ആർ. സുധീർ, പി.എസ്. രാമചന്ദ്രൻ, രാധാകൃഷ്ണ പണിക്കർ, ബി. ജയകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇക്കാലമത്രയും ദുർഭരണത്തിലൂടെ ഈ സംസ്ഥാനത്തെ സർവനാശത്തിലെത്തിച്ച CPM-ഉം കോൺഗ്രസിന്റെയും രാഷ്ട്രീയത്തിൽ ബദലായിക്കൊണ്ട് ഒരു ബദൽ രാഷ്ട്രീയം കേരളത്തിലെ മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് എന്റെ സംസ്ഥാന ചെയർമാൻ കെ. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഈ പദയാത്ര സംഘടിപ്പിച്ചത്. ബദൽ രാഷ്ട്രീയമാണ് ഈ യാത്ര ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. സത്യത്തിൽ ബദൽ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രാണപ്രതിഷ്ഠയാണ് കെ. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള കേരള പദയാത്ര എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ കഴിഞ്ഞ 22-ാം തീയതി ഒരു പ്രാണപ്രതിഷ്ഠ നടന്നിട്ടുണ്ട് ശ്രീരാമചന്ദ്രന്റെ ജന്മഭൂമിയായ അയോധ്യയിലെ. ആ പ്രാണപ്രതിഷ്ഠയെ കേരളത്തിലെ ഭരണകക്ഷിയായ CPM-ഉം പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള കോൺഗ്രസും ബഹിഷ്കരിച്ചു. പക്ഷേ പ്രിയമുള്ളവരെ, CPM-ന്റെയും കോൺഗ്രസിന്റെയും ഈ ബഹിഷ്കരണത്തെ തള്ളിക്കൊണ്ട് ഹിന്ദു സമൂഹത്തിലെ SNDP, NSS, ധീവരസഭ, വിശ്വകർമ്മ മഹാസഭ തുടങ്ങിയിട്ടുള്ള എല്ലാ സാമുദായിക സംഘടനകളും പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്തുണ നൽകി. ക്രൈസ്തവ പുരോഹിതന്മാർ, ക്രൈസ്തവ നേതാക്കന്മാർ, മുസ്ലിം പുരോഗമനവാദികൾ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. തങ്ങൾ CPM-നോടൊപ്പമല്ല, കോൺഗ്രസിനോടൊപ്പമല്ല, മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രനോടൊപ്പമാണ്, അയോധ്യയോടൊപ്പമാണെന്ന് കേരളത്തിൽ 22-ാം തീയതി നടന്നിട്ടുള്ള വിവിധ ഘടനകൾ നമ്മെ ബോധ്യപ്പെടുത്തി.